മുൻമന്ത്രിയും CPI നേതാവുമായിരുന്ന VK രാജന്റെ ചരമദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ വിവിധയിടങ്ങളിൽ പുഷ്പാർച്ചന നടന്നു. പുല്ലൂറ്റുള്ള സ്മൃതി കുടീരത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ, മുൻമന്ത്രി VS സുനിൽകുമാർ, VR സുനിൽകുമാർ, MLA KG ശിവാനന്ദൻ, KS വസന്തകുമാർ, CC വിപിൻചന്ദ്രൻ, MR അപ്പുകുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, 29 സിന്ദാബാദ്, 29 സിന്ദാബാദ്. ഇല്ല മരിക്കുന്നില്ല, രാജേട്ടൻ മരിക്കുന്നില്ല, രാജേട്ടൻ മരിക്കുന്നില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, CPI സിന്ദാബാദ്, CPI സിന്ദാബാദ്. ഇൻക്ലാബ് 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 സിന്ദാബാദ്, ഇൻക്ലാബ് 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 സിന്ദാബാദ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനും ശക്തനുമായ കൃഷി വകുപ്പ് മന്ത്രിയുമായിരുന്ന സഖാവ് VK രാജേട്ടൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. തൃശ്ശൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ച രാജേട്ടൻ തൻ്റെ പ്രവർത്തനത്തിലൂടെ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെയും എല്ലാം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുടനീളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തമായ ഒരു പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ അതിൻ്റെ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നേതാവാണ് സഖാവ് രാജേട്ടൻ. കേരളത്തിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിലായാലും ദീർഘകാലം കൊടുങ്ങല്ലൂരിൻ്റെ MLA എന്ന നിലയിലും മാളയുടെ MLA എന്ന നിലയിലും ജനപ്രതിനിധി എങ്ങനെ ഒരു ജനപ്രതിനിധിയുടെ പ്രവർത്തനം അത് നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും അത് എല്ലാവർക്കും ഒരു മാതൃക പോലെ നല്ല അനുഭവങ്ങളാണ് രാജേട്ടൻ്റെ ലഭിച്ചിട്ടുള്ളത്. ജനങ്ങൾ മുഴുവൻ സ്നേഹിക്കുന്നതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സ്നേഹവും ബഹുമാനവും ആദരവും രാജേട്ടൻ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് നേടിയെടുത്തത്. രാജേട്ടൻ 1996 ജയിച്ച MLA ആയി മന്ത്രിയായി 1 വർഷം കഴിയുമ്പോഴേക്കും രാജേട്ടൻ നമ്മളെ പിരിഞ്ഞു. ദീർഘകാലം ഇനിയും പൊതുപ്രവർത്തന രംഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ എല്ലാം നേതൃത്വത്തിൽ പ്രവർത്തിച്ച് ഇനിയും എത്രയോ ഉയർന്നു വരേണ്ട ഒരു സന്ദർഭത്തിലാണ്